തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പത്തോളജി ലാബിൽ സുരക്ഷാ വീഴ്ച വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. ലാബിലെത്തിക്കുന്ന സാമ്പിൾ സൂക്ഷിക്കുന്നത് അലക്ഷ്യമായാണെന്ന് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ആക്രിക്കാരൻ സാമ്പിളുകൾ മോഷ്ടിച്ചിട്ടും ലാബിൽ സുരക്ഷയൊരുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. തുറസായ ഈ പടിക്കെട്ടിൽ ജീവനക്കാരൻ അലക്ഷ്യമായി കൊണ്ടുവച്ച സാമ്പിളുകളാണ് കഴിഞ്ഞ ദിവസം ആക്രിക്കാരൻ കൈക്കലാക്കിയത്. പരിശോധനയ്ക്കായി ലാബിലെത്തിച്ച ശരീരഭാഗങ്ങൾ ആക്രിക്കാരൻ മോഷ്ടിച്ചിട്ടും സാമ്പിളുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ലാബ് അധികൃതർ കാട്ടുന്നത് കടുത്ത അലംഭാവം. അത് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. സാമ്പിൾ സൂക്ഷിക്കുന്ന മുറിയുടെ ജനാലകൾ തുറന്നു കിടക്കുന്നു. ജനാലക്കിടയിലേക്ക് കൈനീട്ടിയാൽ തന്നെ ആർക്കും അനായാസം ഇവയൊക്കെ കൈക്കലാക്കാം. പേരും ലേബലുമൊക്കെ ഇളക്കി മാറ്റാനും മാറ്റിയൊട്ടിക്കാനുമെല്ലാം യഥേഷ്ടം സാധിക്കും. ലാബിൻ്റെ മിക്ക ജനാലകളും ഇങ്ങനെ തുറന്നു തന്നെ. ഒരു കല്ലോ കമ്പോ എടുത്തെറിഞ്ഞാൽ പ്രധാന വാതിലിൻ്റെ ചില്ലു തകർത്ത് അകത്തു കടക്കാം. എന്ത് സംഭവിച്ചാലും ചോദിക്കാൻ സുരക്ഷാ ജീവനക്കാരും തന്നെ ഈ പരിസരത്ത് പോലുമില്ല. പരിസരമാകെ മാലിന്യം, ചിതറിക്കിടക്കുന്ന മദ്യക്കുപ്പികൾ. പതോളജി ലാബിലെത്തിക്കുന്ന സാമ്പിൾ തുറസായ ഈ പടിക്കെട്ടിലും ഇവിടെ ലാബിനുള്ളിലും സൂക്ഷിക്കുന്നതിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന ചുരുക്കം. ഏറെ സുരക്ഷയും ശ്രദ്ധയും ആവശ്യമായ പതോളജി ലാബിൻ്റെ അവസ്ഥ ഇതാണ്. ഈ കൈയൊന്ന് നീട്ടിയാൽ ഈ സാമ്പിളുകൾ ആർക്കും എടുക്കാം. ഒരാക്രിക്കാരൻ പാഴ്വസ്തു എന്ന് കരുതി ഇവയൊക്കെ എടുത്തുകൊണ്ടു പോയതിൽ ഒരത്ഭുതവുമില്ലെന്ന് ചുരുക്കം. മനീഷിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 തിരുവനന്തപുരം.